ഒരു ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നാം ചോദിക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് സംവാദം നടത്തുന്നതും ആ വിഷയത്തിലാണ്. അമിത്ഷാ എവിടെ? നമ്മളോടൊപ്പം ഇന്ന് സംവാദത്തിൽ പങ്കുചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരുമായ ഡോക്ടർ TPS, ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ബാബു ദിവാകരൻ. TPS, ഇപ്പോൾ മൗനം വിദ്വാനുഭൂഷണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ ഒരു ഒരു പുലിവാൽ പിടിച്ചിരിക്കുകയാണോ? പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം, അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണോ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി? പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആഭ്യന്തരമന്ത്രി ഒരു വികാരമായി മാറരുത്. നിയമമാണ് രാജ്യത്തെ ഭരിക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് പാർലമെന്റില് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം നേരിട്ട് വരുന്നില്ല? പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ട് ഉടൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല? ഇപ്പൊ ചോദ്യങ്ങൾ നിരവധിയാണ്. രാഷ്ട്രീയപരമായി സ്വാഭാവികമായി ഉണ്ടാവേണ്ട എല്ലാ കടമകളും പ്രതിപക്ഷം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പക്ഷേ ജനാധിപത്യ രാഷ്ട്രം രാഷ്ട്രീയ വികാരങ്ങൾ കൊണ്ടല്ല, ഭരണഘടനയും നിയമവാഴ്ചയും കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ആഭ്യന്തരമന്ത്രി ആരാണ്? ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള മന്ത്രിയാണ്. അത് രാഷ്ട്രീയമായിട്ട്, ആഭ്യന്തരമായിട്ട്, അല്ലെങ്കിൽ ആഭ്യന്തരമല്ലാത്ത കാരണങ്ങളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നമുക്ക് ആഭ്യന്തരമന്ത്രിയെ കാണാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒരു പോലീസ് പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം കോടതിയല്ല, അദ്ദേഹം ജഡ്ജല്ല, തെളിവുകൾ ശേഖരിക്കുന്ന ഏജൻസി അല്ല. ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഉടനെ പോയിട്ട് ഒരു പോലീസുകാരൻ ആണ് കുറ്റക്കാരി എന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിന് പ്രസക്തി ഇല്ലാണ്ടാവും. അപ്പോൾ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇല്ലെന്ന്, ഒരു മന്ത്രിക്കില്ലെന്നാണ് താങ്കൾ പറയുന്നത്? കൃത്യമായിട്ടും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും പ്രതിപക്ഷം പോലെയല്ല, ഭരണപക്ഷത്തിൽ നിന്നുണ്ടാവുന്ന പ്രസ്താവനകള് അന്വേഷണത്തെ തന്നെ ബാധിക്കുന്നു. ആ ബാധിക്കുന്ന കൃത്യമായിട്ട് നോക്കിക്കാണേണ്ടുന്നത് ഇത് ഏത് ഗവൺമെന്റ് ആയാലും, ഇന്ന് BJP ആയാലും നാളെ കോൺഗ്രസ് ആയാലും, ഭാരതത്തിന്റെ ഒരു നിയമവാഴ്ച എന്ന് പറയുന്നത് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു മന്ത്രി കുറ്റം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് കുറ്റം എന്ന് വിധിക്കുന്നത് ഒരു കോടതിയുടെ മുകളിൽ കവച്ചു വെക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഒരു സ്റ്റെപ്പായിട്ട് മാറും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആരാണിത് സംഘടിപ്പിച്ചത്? സമാധാനപരം അല്ലാതിരിക്കാൻ ആരൊക്കെയാണ് ഇടപെട്ടത്? അത് കുട്ടികളാണ്, അല്ല ഒരു 10% വന്നിട്ടുള്ള പുഴുക്കുത്തുകളാണ്? ഇതിൽ അക്രമം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായത്? ഇതിൽ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ടോ? പുറത്തുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ടോ? കുറേ വ്യത്യസ്തമായിട്ടുള്ള മീഡിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ട്, സാക്ഷിമൊഴികൾ നോക്കിയിട്ട് കണ്ടെത്തേണ്ടത് അന്വേഷണം കൃത്യമായിട്ട് നടന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം ചർച്ചകൾ പാർലമെന്റുകൾ അല്ലെ പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും രാഷ്ട്രീയ വിധി പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. പാർലമെന്റ് ഒരു അന്വേഷണ കമ്മീഷൻ അല്ല. പാർലമെന്റ് സർക്കാരിനോട് ഉത്തരവാദിത്വം ചോദിക്കാനുള്ളൊരു വേദിയാണ്. അത് പ്രതിപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കഠിനമായ കുറെ ചോദ്യങ്ങൾ ചോദിക്കണം, സർക്കാർ മറുപടി പറയണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ ആവശ്യമെങ്കിൽ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കാത്തിരിക്കുക എന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ? അത്യാവശ്യമായിട്ട് അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നോക്കൂ, നമ്മൾ നിയമവാഴ്ചയെ കുറിച്ച് പറയുമ്പോഴാണ് കോടതിയിൽ അവസാനിക്കുന്ന ഒരു നിയമവാഴ്ചയെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് നിയമവാഴ്ച, സുപ്രീം കോടതി വരെ നീളുന്ന ദീർഘമായിട്ടുള്ള നിയമവാഴ്ചയെ കുറിച്ച് നാം സംസാരിക്കുന്നു. ഡോക്ടർ TPSനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ മ്യൂട്ടേഷനെ കുറിച്ചാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിലുണ്ടായ ഒരു മ്യൂട്ടേഷനെ കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. മോഹൻ വർഗീസ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ TPSനോടാണ് ചോദിക്കുന്നത്, ഈ ഒരു മ്യൂട്ടേഷൻ സത്യം പറഞ്ഞാൽ
അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം, അല്ലെങ്കിൽ അതിന്റെ അപ്രതീക്ഷിതമായ ഒരു പ്രകടനമായിരുന്നു യുവതയുടെ പ്രതിഷേധം എന്ന നിലയിൽ ഉണ്ടായത്. നാം പാർലമെന്റിൽ അമിത്ഷാ വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ സമരത്തിൽ എത്രമാത്രം, അല്ലെങ്കിൽ ഈ സമരത്തിനെ നേരിടാൻ എത്രമാത്രം ആക്റ്റീവായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒരു പ്രസ്താവന പോലും അമിത്ഷായുടെ പേരിൽ നാം കണ്ടില്ല. അല്ലെങ്കിൽ ശക്തമായ ഇങ്ങനെ ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഈ ഗവൺമെന്റിനെ രക്ഷപ്പെടുത്താനും ഇതിനെ അടിച്ചമർത്താനും ഒക്കെ ഒരു പക്ഷേ അമിത്ഷാ നേരിട്ട് വരേണ്ടതായിരുന്നു. അദ്ദേഹം നേരിട്ട് ഇറങ്ങിയില്ല എന്നുള്ളത് നാം പ്രത്യക്ഷത്തിൽ കണ്ടതാണ്. ഒരു പക്ഷേ അണിയറയിൽ ഉണ്ടായിരിക്കാൻ നമുക്കറിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. മോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഒക്കെ എതിരെ എന്ത് പറഞ്ഞാലും അപ്പോൾ തന്നെ അത് എക്സ്പെൻഡ് ചെയ്യപ്പെടുന്നു, സഭാരേഖകളിൽ തന്നെ നീക്കുകയാണ്. ഇത്തരം ഒരു നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് വന്ന വഴിയെ പോകട്ടെ, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോകുന്നു, അവസാനം കീഴടങ്ങുന്നു. ഒപ്പം തന്നെ എന്ത് വിമർശനം വന്നാലും അത് എക്സ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സവിശേഷമായ ഒരു സ്ഥിതി കൂടി സഭയിൽ നിലനിൽക്കുന്നുണ്ട്. ശ്രീ TPS, ഇത്തരത്തിലൊരു ജനാധിപത്യത്തെ നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ടോ? അതൊരു മോഡലാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു മോഡലായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നെഹ്റുവിനെ അറിയാം, ഇന്ദിരാഗാന്ധിയെ അറിയാം, നാം അതിനെ എതിർക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ അപ്പോൾ നാം അതിനെ എതിർക്കേണ്ടതല്ലേ? AKG അറിയാം, നമുക്ക് വാജ്പേയി അറിയാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ജെൻസി അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ നടത്തുന്ന പ്രക്ഷോഭത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കാണിക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. ഇത് വളരെ കഠിനമായ ഒരു ചോദ്യമായി പ്രതിപക്ഷം ഉയർത്തുമ്പോൾ സർക്കാർ ഇതുവരെ ഇല്ലാത്ത ഒരു ജനാധിപത്യത്തിൽ നടക്കാൻ പറ്റാത്ത, സാധിക്കാത്ത, നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു ലെവലിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നതെന്ന് മറക്കരുത്. കാരണം ജനാധിപത്യത്തില് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് തോന്നുന്നു ഇത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ KSU ആണ്, അല്ലെങ്കിൽ SFI ആണ്, അല്ലെങ്കിൽ MSP ആണ്, ആര് നടത്തിക്കോട്ടെ. ഇതിന് പകരം ഒരു മോബ്, അതിന് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത്, ഏത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യേണ്ടത് ഈ CJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത്, എനിക്ക് തോന്നുന്നു കോൺഗ്രസും ബാക്കിയുള്ള ഒരു കമ്മ്യൂണിറ്റിക്കും, BJPക്കോ മാർക്സിസ്റ്റിനോ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് നമുക്ക് ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് ഇന്ത്യ ഭരിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? എത്ര പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് അവർക്ക് കൃത്യമായിട്ട് പൊളിറ്റിക്സ് പഠിച്ചിട്ടുള്ളവരാണ്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിൽ നടക്കാൻ പറ്റാത്ത, നടക്കേണ്ടതല്ലാത്തൊരു സംഭവം ആണ് നടന്നത് എന്ന് ഒരു രാഷ്ട്രീയ ബോധമുള്ള സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തില് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? ആ ഒരു സിറ്റുവേഷനിൽ ഏത് കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും AKG ആയാലും വാജ്പേയി ആയാലും ഒരാൾ പോലും ഉടനെ ആഭ്യന്തരമന്ത്രി പിടിച്ച് ഇതിന് മറുപടി നൽകണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്കലി നടന്നൊരു സിറ്റുവേഷന്, പൊളിറ്റിക്കലി ഭരണഘടനാപരമായി അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ പോലും ഒരു സാമാന്യ ബോധത്തോടു കൂടി നമുക്ക് സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ പറയണമെന്ന് പറയാമായിരുന്നു. പക്ഷെ പാർലമെന്റിന് സ്വന്തമായിട്ടുള്ള ഒരു നടപടിക്രമമുണ്ട്. അതിൽ മന്ത്രി മറുപടി പറയണം, എപ്പോൾ നൽകണം, ഏത് വിഷയത്തിൽ നൽകണം, സഭയുടെ ചട്ടങ്ങൾ എന്താണ്, സ്പീക്കറുടെ തീരുമാനം എന്താവണം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് പോകേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പറയുന്നത് ജനാധിപത്യത്തില് നമ്മുടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് യൂത്ത് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നു. ഭാരതത്തിൽ അവർക്ക് നല്ല പങ്കുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവർക്ക് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇതിനെയൊക്കെ മറികടന്ന് നാളെ ഭരണത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നത് തന്നെ എത്ര മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ഥിതിയിലേക്ക് ഭാരതം പോണോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മന്ത്രി സംസാരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ വേണം. നമുക്കറിയാലോ, ഒരു ജനാധിപത്യത്തില് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അതിന്റെ എൻക്വയറി നടത്തുന്നതും അതിനെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതും
ഒക്കെ അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വാചകം പറഞ്ഞ് സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞൊഴിവാൻ പറ്റുന്നതല്ല ഭരണാധിപന്മാർക്ക്. പക്ഷെ ജനാധിപത്യത്തിന്റെ അധികാരത്തോടൊപ്പം ഉത്തരവാദിത്വം വേണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ, ഇനി പാർലമെന്റിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ സ്പീക്കറെയും പുറത്താക്കണം എന്ന് പറയുക, ഇനി അതിന് സാധിക്കാത്ത വിധത്തിൽ നമ്മൾ വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കണം എന്ന് പറയുക. നമ്മുടെ ജനാധിപത്യത്തില് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ അതിനുള്ള നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണ്ടേ. അല്ലാതെ റോഡിൽ നടക്കുന്ന ചില പെക്കൂത്തുകളുടെ, ചില അക്രമങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഒരു മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു രാജിവെച്ചു. ഇത് വല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ്, അനാർക്കിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ സിറ്റുവേഷൻ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. അതില് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് പോയ സമയത്ത് ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താണ് ഇതിനുള്ള പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ഈ പറയുന്ന എല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും നമുക്ക് വരുന്ന മെസ്സേജുകളും നമ്മൾ കളക്ട് ചെയ്യുന്ന മീഡിയ റിപ്പോർട്ടിൽ നിന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണ് വിധി എന്ന് പറയുന്ന ഈ ഒരു കാലത്ത്, TV ചർച്ചകളാണ് വിധി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, രാഷ്ട്രീയ വേദികളാണ് വിധി പറയേണ്ടത്, ഇങ്ങനെയാണോ പോകേണ്ടത്, അല്ല ഭാരതത്തിന് അതിൻ്റെതായ ഒരു നിയമവ്യവസ്ഥയുണ്ടോ, അതിലാണോ പോകേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. പാർലമെന്റ് നടക്കണം, ജനാധിപത്യം പൂർണ്ണമായിട്ട് പോകണം, തെളിവുകൾ ആദ്യം വരണം, അന്വേഷണം വരണം, പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവസാന നടപടി അമിത്ഷായുടെ പേരിൽ, പ്രൈം മിനിസ്റ്ററുടെ പേരിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ ഏത് കമ്മീഷൻ വെച്ചാലും, പാർലമെന്ററി എൻക്വയറി കമ്മീഷൻ ആയാലും അതില് ഭരണപക്ഷം പോലെ തന്നെ പ്രതിപക്ഷവും ഭാഗമാണ്. അങ്ങനെയായാൽ നാളെ അമിത്ഷാ ആയാലും നാളെ രാജിവെക്കണം. അങ്ങനെ ഒരു മാനദണ്ഡം നമുക്കുണ്ട്. ആഭ്യന്തരമന്ത്രിയായാലും അന്വേഷണം പൂർത്തിയാകാതെ കുറ്റം സംബന്ധിക്കുന്നത് വിധി എഴുതരുത്. ആ പോയിന്റ് വാലിഡ് തന്നെയാണ്, തീർച്ചയായും ആ പോയിന്റ് പറയുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് ചോദിച്ചോളൂ, ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായിട്ട് മതി വിധിയെഴുത്ത് എന്ന് പോയിന്റ് വാലിഡാണ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് ഏത് സാഹചര്യത്തിലായിരുന്നു? അരാഷ്ട്രീയമായ ഒരു കൂട്ടായ്മയാണ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു, അതൊരു ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞു, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞില്ല. പക്ഷേ ആ ആൾക്കൂട്ടം ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നുള്ളത് ഓർക്കണം. നമ്മളപ്പോൾ ആൻസറബിൾ ആയിരിക്കേണ്ടത് ആരോടാണെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയല്ലേ അത് നൽകുന്നത്? അവിടെയും പറഞ്ഞില്ലല്ലോ ഇതുപോലെ എല്ലാ അന്വേഷണവും വന്നിട്ട് ഞാൻ രാജിവെക്കാം എന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജനാധിപത്യത്തില് പലപ്പോഴും ഭാരതത്തിന്റെ പൊതുവായിട്ടുള്ള വികാരങ്ങൾ ഏറ്റെടുക്കുകയും, ഇപ്പം ഒരു മന്ത്രി രാജിവെച്ചത് കൊണ്ട് അയാൾക്ക് പകരം വേറൊരാൾ റീപ്ലേസ് ചെയ്തതിനേക്കാളും മെച്ചമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ബോധമുള്ളവരും പൊതുവിജ്ഞാനമുള്ള ഒരാളും സമ്മതിക്കുമെന്ന്. അതുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തില് പലപ്പോഴും മന്ത്രിമാരെ മാറ്റി, ഇപ്പം മന്ത്രി ഒഴിവായിട്ട് വേറെ കോൺഗ്രസ്സുകാരനല്ലല്ലോ മന്ത്രിയായിട്ട് വെക്കുക, അതേ BJP-കാരനല്ലേ. അപ്പം പോളിസി വെച്ചിട്ട് നോക്കിയാൽ ഇപ്പം അമിത്ഷാ മാറി എന്ന് വിചാരിക്കുക, അതിന് പകരം എന്താ സംഭവിക്കുക? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. അപ്പൊ നമ്മൾ വളരെ ബാലിഷ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും, രാഷ്ട്രീയ വികാരങ്ങൾക്കല്ല സ്ഥാനം വേണ്ടത്. എനിക്ക് തോന്നുന്നു അത് മാറി കൃത്യമായിട്ട് ചിന്തിക്കാനും എന്തൊക്കെയാണ് വേണ്ടത്. ഭാരതം എന്ന് പറയുന്നത് വലിയ രാഷ്ട്രബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ നമ്മൾ നെയ്ബറിംഗ് രാജ്യത്തിലുള്ള അലങ്കോലങ്ങളെ പോലെ തന്നെ ഭാരതത്തിലും അലങ്കോലം ഉണ്ടായാൽ എന്താവും സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. കാരണം ഭാരതത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യൂത്താണ്. അത് മിസ്ഗൈഡ് ചെയ്യപ്പെടുകയും അവരുണ്ടാക്കുന്ന കോലാഹലങ്ങൾക്ക് ചിലപ്പോൾ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവരെയൊക്കെ ബലിയാടാക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടൊരു അന്വേഷണം, എനിക്ക് തോന്നുന്നു ഏത് പാർട്ടിയായാലും, നാളെ കോൺഗ്രസിന് വന്നാലും നാളെ മാർക്സിസ്റ്റ് വന്നാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് കാണേണ്ടത് കേസ് ബൈ കേസാണ്. ആ കേസ് ബൈ കേസായിട്ട് കണ്ടിട്ട് ആദ്യത്തെ ചർച്ചയിൽ ഇതിനെ പൂർണ്ണമായിട്ടും ഇതേ TV-യിൽ ആദ്യത്തെ ചർച്ചയിൽ
വിശദമായി നമ്മുടെ വിമർശിച്ചതാണ്. യുവത അല്ലെങ്കിൽ ഇതുപോലെ ഒരു മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നതായി, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നതെല്ലാം അരാഷ്ട്രീയമായ ആവശ്യമായി, വെറുതെ ആൾക്കൂട്ടമായി, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലുള്ള ഒരു അനാർക്കിസമായി ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഈ ആവശ്യങ്ങളൊക്കെ ആ രീതിയിലാണോ വായിക്കപ്പെടേണ്ടത്?